ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് ചെയ്യുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അപ്പം അതിനായിട്ട് റെഡി ആവാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തൊരു ഡാസ്ലറിൻ്റെ ഇത് ഐലൈനറാണ്. വെച്ച് പൊട്ടോടാനാണ്, കണ്ണൊന്നും എഴുതാനില്ല, ഞാൻ എഴുതാറില്ല. ഞാൻ തുറക്കുകയാണ്. നല്ല രീതി വട്ടത്തിൽ കിട്ടാൻ വേണ്ടി അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാൻ പൊട്ട് അടച്ചു വെക്കുക ഇച്ചിരി പാടാണ്. ഞാൻ അടച്ചു വെച്ചു. ഞാൻ ഇനിയും അടുത്തൊരു ഐബ്രോ പെൻസിൽ എടുത്തു. ഐബ്രോ പെൻസിൽ അതിൻ്റെ ബാക്കിലൊരു ബ്രഷുണ്ട്, അത് വെച്ച് ജസ്റ്റ് പിരികൊന്ന് ഇതാക്കാൻ വേണ്ടി. ഞാൻ എഴുതാറൊന്നുമില്ല, ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഇതൊക്കെ അടച്ചു വെച്ചു. ഒരു ക്യാപ്പ് ഉണ്ടായി, അടച്ചു വെച്ചു. ടട്ടയായിട്ട് ജസ്റ്റ് വെളിയിലുള്ളു. അപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലിപ്സ്റ്റിക് എടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. ഇടത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. അങ്ങനെ അതിട്ടതിന് ശേഷം അത്രയൊക്കെ ഞാൻ ഇപ്പം ഒരുങ്ങത്തുള്ളൂ. ഞാൻ അങ്ങനെ വലുതായിട്ട് ഒരുങ്ങാനില്ല. പിന്നെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഒന്ന് കണ്ണെഴുതാന്ന് വെച്ച് കൺമഷി എടുത്തു. ഞാൻ അങ്ങനെ കണ്ണെഴുതാനില്ല. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ രാവിലെ കണ്ണൊക്കെ എഴുതി പിന്നെ കണ്ണൊക്കെ തുറക്കുമ്പോൾ കണ്ണിൽ നിന്ന് കൺമഷി പോകും. പിന്നെ ആ പടർന്ന് വലിയ പാടാണ്. അങ്ങനെ കണ്ണൊക്കെ എഴുതി പിന്നെ തലയിലോട്ട് അങ്ങ് തൂത്തു കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി. ഇനിയും അടുത്തതിനിയും തല ചീകണം. തല പിന്നെ ഞാൻ പോണിറ്റെയിലല്ല ഇട്ടുന്നത്, ഒരു അഴിച്ചിടുന്ന രീതിയിലാണ് കെട്ടുന്നത്. ഞാൻ ചീപ്പൊക്കെ എടുത്ത് ഞാൻ ചീപ്പിൻ്റെ ഇത് ചീകുന്ന ഭാഗം വെച്ചല്ല ഞാൻ വേറെ ഭാഗം വെച്ച് അത് വെച്ച് ഞാൻ ചീകി. പിന്നെ ഇത് പിന്നെ കിട്ടാൻ പാടാണ്. ഓരോ പ്രാവശ്യവും ശരിയായി വരും. അങ്ങനെ അയച്ചയച്ച് കെട്ടും. പിന്നെ നനഞ്ഞ മുടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കെട്ടുന്നത്. നനഞ്ഞ മുടി കെട്ടി വെക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇങ്ങോട്ട് കറക്റ്റാവുന്നില്ല എത്ര ചെയ്തിട്ടും. പിന്നെ അത് ചീപ്പ് വെച്ചൊക്കെ ഒന്ന് ലെവലാക്കി ചെയ്യാണ്. അങ്ങനെ അത് നല്ലൊരു കറക്റ്റായിട്ട് കിട്ടി. പിന്നെ ഞാൻ ബാക്കും കെട്ടുന്നില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ച് കുത്താൻ പോവാണ്. അപ്പം ഈ ക്ലിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അത് വെച്ച് ഞാൻ ഇങ്ങനെ കുത്തി വെച്ചു. അങ്ങനെ എൻ്റെ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നുകൂടെ മുടിയൊക്കെ ഫ്രണ്ടിലിടണോ ബാക്കിലിടണോ, അങ്ങനെ രണ്ട് സൈഡും എടുത്ത് ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.